1904 ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരി മഠം സംസ്ഥാപനം ചെയ്യുന്നത്. ശിവഗിരിയുടെ ഭംഗി, അതിൻ്റെ പ്രകൃതി രമണീയതയിൽ ആകർഷണമായിക്കൊണ്ടാണ് ഗുരു 1904 ശിവഗിരിയുടെ താഴ്വരയിൽ ഒരു പർണശാല കെട്ടി ശിവഗിരി മഠം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ താമസം ആരംഭിക്കുന്നത്. പിന്നീട് ഇന്നിപ്പോൾ അത് ശ്രീനാരായണ വിശ്വാസികളുടെ ആധ്യാത്മിക തലസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഗുരുവിൻ്റെ മഹാസമാധി പീഠം കൊണ്ട് അനുഗ്രഹീതമാണ് ഇന്ന് ശിവഗിരി മഠം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭൗതിക ശരീരം ശിവഗിരിയുടെ നെറുകയിലാണ് ഇരുത്തിയിരിക്കുന്നത്. ആ സമാധിയുടെ മുകളിലാണ് ഇന്നിപ്പോൾ സമാധി മണ്ഡപം തീർത്തിട്ടുള്ളത്. സമാധി മണ്ഡപത്തിനകത്ത് സമാധി ഇരുത്തിയതിൻ്റെ മുകളിൽ ഗുരുവിൻ്റെ പൂർണ്ണകായ മാർബിൾ പ്രതിമ പ്രതിഷ്ഠിക്കുകയുണ്ടായി. 1968 ഈ പ്രതിഷ്ഠ സമാധി മന്ദിര പൂർത്തീകരണം പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടത്. ആ പ്രതിഷ്ഠയ്ക്ക് മുമ്പിൽ ശിവലിംഗ ആകൃതിയിലുള്ള ഒരു ശില പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ ശിലയിലാണ് പൂജാതി കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടുന്നത്. സാധാരണ സമാധി സ്ഥലങ്ങളിൽ മുകളിൽ ഇങ്ങനെ ലിംഗപ്രതിഷ്ഠകൾ നിർവഹിക്കപ്പെടാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാസമാധിയിലും ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ പ്രതിഷ്ഠയിലാണ് നമ്മൾ ആരാധനയും പൂജയും അർച്ചനയും എല്ലാം നടത്തുന്നത്. ഗുരുവിൻ്റെ പൂർണ്ണകായ പ്രതിമയും അവിടെ പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. വളരെയേറെ ഗുരുവിന് ഇഷ്ടപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ശിവഗിരിയുടെ ആ മുകൾ ഭാഗം. ഇവിടെ സമാധിക്ക് പറ്റിയ സ്ഥലമാണ് എന്നൊരിക്കൽ ഗുരു പറഞ്ഞതായി ഗുരുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ ഗുരുദേവൻ ബ്രഹ്മവിദ്യാലയത്തിന് ശിലാസ്ഥാപനവും നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ശാരദാ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ശിവഗിരിയുടെ മുകളിൽ ഒരു ശിവവിഗ്രഹ പ്രതിഷ്ഠ നിർവഹിച്ചതായി പഴമക്കാർ പറയുന്നുണ്ട്. അത് പിന്നീട് ആ ക്ഷേത്രം കത്തിനശിച്ചു പോയെന്നും അത് പോട്ടെ എന്ന് ഗുരു പിന്നീട് അരുളി ചെയ്തതായും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഏതായാലും ആ ശിവ പ്രതിഷ്ഠ ക്ഷേത്ര എന്നിടത്താണ് ഇന്ന് ഗുരുവിൻ്റെ സമാധിപീഠം ഉയർന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ഇന്നൊരു വലിയ ആരാധനാ കേന്ദ്രമായി, ഗുരുദേവ വിശ്വാസികളുടെ ആധ്യാത്മിക കേന്ദ്രവും ആരാധനാ കേന്ദ്രവുമായി ഇന്ന് ശിവഗിരിയും ശിവഗിരി മഹാസമാധി മണ്ഡപവും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.